3750 രൂപയ്ക്ക് ഞാൻ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ ഒരു സൈക്കിൾ വാങ്ങിച്ചു. അപ്പൊ അത് അൺബോക്സ് ചെയ്ത് നോക്കാം. ലൈഫ് ലോങ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സൈക്കിളാണ് വാങ്ങിച്ചത്. അതിന്റെ കവറാണ് ഈ കാണുന്നത്. ലൈഫ് ലോങ് കഴിച്ചത്. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു. അത് നോക്കി വെക്കുന്നു. ഇനിയൊന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഇനിയാണ് ഇതിന്റെ ഉള്ളിലുള്ള അൺബോക്സ് ചെയ്തപ്പോ കിട്ടിയ സാധനം. ഇനി നമുക്കത് അസംബിൾ ചെയ്ത് നോക്കാം. ഇനി അടുത്ത പണി നമ്മുടെ പറഞ്ഞാൽ ഓരോ ടാഗുകളും കട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഈ ഫ്രണ്ട് വീലിന്റെ ടാഗ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ ഫ്രണ്ടിലെ ടയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഈ ടാഗ് ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയി. ദെൻ അടുത്ത ഹാൻഡിൽ. ഈ ബോക്സ് നോക്കാം. പെഡല്, അതുപോലെ റിഫ്ലക്ടേഴ്സ്, ബാക്കിലും ഫ്രണ്ടിലും റിഫ്ലക്ടേഴ്സ്, അതിന്റെ ഹാങ് ചെയ്യാനുള്ള ക്ലാമ്പുകള്, അലൻ കീസും അതുപോലെ സ്പാനർ സെറ്റും ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഈ ബോക്സിനകത്ത് വരുന്ന പാർട്സുകൾ. അസംബ്ലിംഗ് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് റാപ്പും അതുപോലെ പേപ്പർ റാപ്പും കളയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് സ്ക്രാച്ചസ് വരും. അപ്പൊ ഇതുപോലെ ആ രണ്ട് സൈഡിൽ നട്ട് ലൂസാക്കി ഹാൻഡിലിന്റെ ലെഗിന്റെ ഗ്യാപ്പിലേക്ക് ടയർ ജസ്റ്റ് ലോഡ് ചെയ്ത് കൊടുക്കുക. പലരും പ്രൊഡക്ട്സ് കിട്ടിയ സന്തോഷത്തിൽ ആ റാപ്പുകളൊക്കെ ഊരി കളയാറുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും കളയരുത്. ഇതുപോലെ ലെഗ് അതിലേക്ക് ഇറക്കി വെച്ച് ആ ലൊക്കേറ്റർ വെച്ച് ടൈറ്റ് ചെയ്യുക. ആ തന്നിരിക്കുന്ന സ്പാനർ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്രേക്കിന്റെ അസംബ്ലിംഗ് വളരെ സിമ്പിൾ ആണ്. ആ കേബിളിന്റെ ആ ലിവർ ജസ്റ്റ് അതിലോട്ട് ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്കിന്റെ അസംബ്ലി കഴിഞ്ഞു. അടുത്തത് ഹാൻഡിൽ ടൈറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ടയറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഹാൻഡിൽ നിർത്തുക. കറക്റ്റ് നോക്കി ആംഗിൾ സെറ്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അലൻ കീ, നമുക്ക് വന്നിരിക്കുന്ന സെറ്റിലുള്ള അലൻ കീ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫുൾ ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അലൻ കീ നേരെ തിരിച്ചു പിടിച്ചാൽ മതി. അപ്പോൾ ലിവറേജ് കൂടുതൽ കിട്ടി നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. സീറ്റ് നോർമലി ഇതുപോലെ ഇറക്കി വെച്ച് സൈഡിലുള്ള ലിവർ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് നന്നായി റൊട്ടേറ്റ് ചെയ്ത് മാക്സിമം ടൈറ്റ് ആയതിനു ശേഷം മാത്രമാണ് ആ ലിവർ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഫ്രണ്ടിലെ റിഫ്ലക്ടർ ഞാൻ ഫിക്സ് ചെയ്യാൻ നോക്കുമ്പോൾ അതിന്റെ ക്ലാമ്പിന്റെ സ്ക്രൂവിന് ലെങ്ത് പോരാത്ത കാരണം ഹാൻഡിൽ ടൈറ്റ് ആക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ അതിന് പകരം വേറൊരു സ്ക്രൂ കുറച്ചുകൂടി ലെങ്ത് കൂടിയത് എടുത്തിട്ടാണ് ലാസ്റ്റ് ഞാൻ അതിന്റെ ക്ലാമ്പ്, റിഫ്ലക്ടറിന്റെ ക്ലാമ്പ് ഞാൻ ഹാൻഡിലോട്ട് അസംബിൾ ചെയ്യാൻ പറ്റിയത്. അതുപോലെ ടയറിൽ വരുന്ന റിഫ്ലക്ടറിന്റെ ക്ലിപ്പ് ഇതുപോലെ ജസ്റ്റ് പ്രസ് ഫിറ്റ് ടൈപ്പ് ആണ്. ആ ചാനലിലോട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 85% കമ്പനി അസംബ്ലിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെയിനും അതുപോലെ തന്നെ വീലിന്റെ അലൈൻമെന്റും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ചെയ്യാൻ സ്വന്തമായിട്ട് അറിയില്ലെങ്കിൽ ഷോപ്പിൽ കൊടുത്തിട്ടായാലും അത് ചെക്ക് ചെയ്താൽ മതി. ഇനി അഥവാ അടുത്ത് കടകളില്ലെങ്കിൽ നിങ്ങൾക്ക് അസംബ്ലി ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വഴി നിങ്ങൾക്ക് അസംബ്ലിംഗ് രജിസ്റ്റർ ചെയ്യാം. 500 രൂപയാണ് അതിന് ചെലവ്. ഞാൻ ഇവരുടെ പ്രൊഡക്റ്റ് എടുക്കാനുള്ള കാരണം ലൈഫ് ലോങ് എന്ന് പറഞ്ഞ കമ്പനിക്ക് സൈക്കിൾ മാത്രമല്ല ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അതിൽ ഏറ്റവും വില കുറവിൽ കിട്ടുന്ന 26 ഇഞ്ച് സൈക്കിളാണ് ഈ കാണുന്ന ലൈഫ് ലോങ്ങിന്റെ എസ്കേപ്പ്. ലൈഫ് ലോങ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്ട്സ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് അതുപോലെ തന്നെ ആമസോണിൽ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ്. ഈ സൈക്കിള് ഈ വിലയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറൊരു കമ്പനിയായി ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. അത്യാവശ്യം നോർമൽ രീതിയിൽ നമുക്ക് ഓടിച്ചു നടക്കാൻ പറ്റുന്ന ഒരു സൈക്കിൾ തന്നെയാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരമാവുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്